ഭയപ്പെടും? എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഞാനാരെ ഭയപ്പെടും? എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. ഭാരങ്ങളേറിടും സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. യേശുവെൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. യേശുവെൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. സാരെഫാത്തിലും കെരിത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും. സാരെഫാത്തിലും കെരിത്തിലും ചൂരച്ചെടിയുടെ ചുവട്ടിലും ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. ഏലിയാവിനെ പോറ്റിയ ദൈവമെന്നെയും പോറ്റിടും. യേശുവെൻ്റെ കൂടെയുണ്ട്, എൻ്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. റിഗാർഡ്ലെസ് ഓഫ് ദ സർക്കംസ്റ്റാൻസസ് ബിഹോൾഡ് ദ വിഷൻസ് ഓഫ് ഗോഡ്. സാഹചര്യങ്ങളെ നോക്കാതെ ദൈവദർശനങ്ങളെ നോക്കുവിൻ. ഞങ്ങളുടെ പാറയും വീണ്ടെടുപ്പാനുമേ കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സാഹചര്യങ്ങളെ നോക്കാതെ ദൈവദർശനങ്ങളെ നോക്കുവിൻ. വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം തിരുവചനം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹ വാതിലിൻ്റെ വലിപ്പമോ കയ്യിലും കാലിലും കിടക്കുന്ന ചങ്ങലയുടെ ശക്തിയോ കുറിച്ചല്ല ചിന്തിച്ചത്. പിന്നെയോ തനിക്കിനിയും ആത്മാക്കളെ നേടുവാനുണ്ട് എന്നതാണ്. അതിനാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ തിരുവചന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഐ പ്രസ് ടുവേർഡ് ദ മാർക്ക് ഫോർ ദ പ്രൈസ് ഓഫ് ദ ഹൈ കോളിംഗ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ജീവിതം യേശുക്രിസ്തുവിന് മാത്രം കൊടുത്ത് സമർപ്പണ ജീവിതം, അർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തികളുടെ വ്യക്തിപരമായ ഹൃദയ നിശ്ചയമാണ് വിശുദ്ധ പൗലോസ് എടുത്ത തീരുമാനത്തിലൂടെ നാം കാണുന്നത്. ഇതൊരു വ്യക്തിപരമായ ദൈവിക ദർശനത്തിൽ നിന്നും ഉരുത്തിരിയുന്ന തീരുമാനമാണ്. എത്രയോ വലിയ പ്രതിസന്ധിയാണ് വിശുദ്ധ പൗലോസ് നേരിട്ടത്. ആ സമയം യേശുക്രിസ്തുവിന് വേണ്ടി വേല ചെയ്യുവാൻ ആ ഹൃദയം വെമ്പൽ കൊള്ളുകയായിരുന്നു. ദമാസ്കോസിൽ വെച്ച് ലഭിച്ച ദൂതായിരുന്നു മനസ്സിൽ മുഴുവനും. അതിനാൽ പൗലോസ് ചെയ്തത് തൻ്റെ ജീവിതത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. അതിൽ വ്യക്തമായ ഒരു തീരുമാനമാണ് ഏതു സാഹചര്യത്തിലും സന്തോഷിക്കുക എന്നുള്ളത്. റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. യേശുക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്നുള്ളത്. കിടക്കുന്നത് AC കോച്ചിലൊന്നും അല്ല, എയർ കണ്ടീഷനിലും അല്ല, കിടക്കുന്നത് ജയിലിലാണ്.
കാരാഗൃഹത്തിലാണ്. അവിടെ കിടന്നുകൊണ്ടാ പറയുന്നേ, ഐ സേ അഗെയിൻ റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. അഗെയിൻ ഐ സേ റിജോയ്സ് ഓൾവേസ് ഇൻ ദ ലോർഡ്. ഞാൻ വീണ്ടും പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവേൻ. അപ്രകാരം ഒരു ബന്ധന അവസ്ഥയിൽ ഇപ്രകാരം ഒരു ഹൃദയ തീരുമാനമെടുക്കണമെങ്കിൽ, മറ്റുള്ളവരെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്തുമാത്രം വിശുദ്ധ പൗലോസ് യേശുക്രിസ്തുമായി ലയിച്ചു കഴിഞ്ഞു. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. കർത്താവ് എത്ര മാധുര്യമുള്ളവനാണെന്ന് രുചിച്ചറിഞ്ഞൊരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നെത്താനായിട്ട് കഴിയുകയുള്ളൂ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ വിശുദ്ധൻ പറയുകയാണ്, പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനെ അല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. പുറകോട്ട് പോണ പ്രശ്നമില്ലെന്നായി പറയുന്നേ. ഒരിക്കൽ യേശുക്രിസ്തുവിന് വേണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിവിടുന്ന പ്രശ്നമില്ല. പലരും പിന്മാറ്റ കമ്മിറ്റിയിൽ കയറിയിരുന്ന് വിശ്രമിക്കുന്ന സമയത്താണ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, യേശുവിനെ വ്യക്തിപരമായി ജീവിതം കൊടുത്ത ഒരു വിശുദ്ധന്റെ തീരുമാനമാണിത്. ചിലർ വഴിയരികിൽ ഇട്ടിട്ട് പോകുന്നുണ്ട്. ചിലർക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണെന്നൊക്കെ വരുന്ന ആ ഒരു സംഘർഷത്തിലൂടെ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നവന് തിക്താനുഭവമില്ല. വേദനാപരമായ പ്രശ്നങ്ങൾ മുൻപിൽ വരും, പക്ഷെ അതൊന്നും അവനെയോ അവളെയോ തകർക്കില്ല, മാറ്റി നിർത്തില്ല. കർത്താവുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ പ്രതിസന്ധികൾ പതറിപ്പോകുന്ന ഒരു പൗലോസ് അല്ലല്ലോ നമ്മൾ കാണുന്നത്. സാഹചര്യങ്ങളെ നോക്കാതെ ദർശനങ്ങളെ നോക്കുന്ന ഒരു വിശുദ്ധനെ നമുക്ക് കാണണമെങ്കിൽ പൗലോസിൽ മാത്രമേ അത് വെളിപ്പെട്ട് നിൽക്കുകയുള്ളൂ. ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പല സാഹചര്യങ്ങളും കടന്നു വരാം, ഇല്ലേ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇപ്പോഴാ അനുഭവത്തിൽ കൂടെയല്ലേ കടന്നു പോകുന്നത്. പക്ഷേ ഒരു വ്യക്തി, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ വ്യക്തി എടുത്ത തീരുമാനം അതൊന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ കർത്താവിന് ഈ സാഹചര്യങ്ങൾ നമ്മെ നോക്കി പറയുവാനായി 3 വാക്കുകൾ ഉണ്ട്. ഏതൊക്കെയാണത്? 1, ധൈര്യമായിരിക്കുക. 2, നിങ്ങൾക്ക് സമാധാനം. 3-ാമത്തെ വാക്ക്, നിങ്ങൾ ഭയപ്പെടേണ്ട. തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയ യായിറോസിനോടും ലാസർ മരിച്ചപ്പോൾ കരഞ്ഞു നിന്ന സഹോദരിമാരോടും യേശു പറഞ്ഞു, ധൈര്യമായിരിപ്പീൻ. യേശു ലോകത്തിനുണ്ടാകുന്ന മഹാസന്തോഷമായാണ് ഈ ഭൂമിയിൽ വന്നു പിറന്നത്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ തന്നത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞാണ്. നമ്മുടെ സന്തോഷം സാത്താനെ ദുഃഖിപ്പിക്കും. അതിനാൽ പൗലോസ് തീരുമാനിച്ചതുപോലെ ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുവാൻ പഠിക്കുക. ഫിലിപ്പിയർ 4:4 അത് വ്യക്തമായി നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ആർക്കാണ് അപ്രകാരം സന്തോഷിക്കാൻ കഴിയുന്നതെന്ന് അറിയാവൂ? താൻ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന തിരുവചന ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ പറ്റൂ. സ്തോത്രം. ഒഴുക്കിന് സമം തുഴയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ കർത്താവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ തുഴയുന്നതാണ്. അതിന് തയ്യാറാണോ? വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ എടുക്കുന്ന മറ്റൊരു തീരുമാനം ജഡത്തിൽ ദൈവിക വേലയ്ക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഇരിക്കണമെന്നുള്ളതാകുന്നു തൻ്റെ തീരുമാനം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യത്തിലാണ് താൻ ആ തീരുമാനം എടുത്തിരിക്കുന്നത്. അതെന്താണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. സ്തോത്രം. അപ്പോൾ കർത്താവിൻ്റെ പുറകെ പോകുന്നത് എന്തെങ്കിലുമൊക്കെ ഭൗതിക നന്മകൾ വെട്ടിപ്പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആയിരിക്കരുത്. കോടീശ്വരൻ്റെ മകനായിരുന്നു വിശുദ്ധ പൗലോസ്. കർത്താവിന് വേണ്ടി സകലം ചപ്പും ചവറുമായി എണ്ണിയവനാണ്. അപ്രകാരം ഒരു തീരുമാനമുള്ള ഒരു വിശുദ്ധൻ്റെ ഹൃദയ നിശ്ചയമാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യന്തമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനും ആയിട്ട് തന്നെ ഞാൻ ജീവനോടെ ഇരിക്കും എന്ന്, നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. സ്തോത്രം. ഒരു പ്രത്യാശയുടെ തീരുമാനമാണ് വിശുദ്ധ പൗലോസിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. കാരാഗ്രഹത്തിൽ ഇരുന്ന്
താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ കർത്താവിനോട് കൂടെ ചേരുവാൻ കഴിയുന്നത് അത്യുത്തമം എന്ന് പൗലോസ് കരുതി. എന്നാൽ ജഡത്തിലിരുന്നാൽ വേലയെ തികച്ച് അനേകം ആത്മാക്കളെ നേടുന്നത് തന്നെ ദമാസ്കോസിൽ വെച്ച് ലഭിച്ച ദർശനത്തിന്റെ പൂർത്തീകരണമെന്ന് പൗലോസ് കരുതിയിരുന്നു. ഈ 2 തീരുമാനങ്ങളും പൗലോസിനെ തിക്കി. എങ്കിലും അവസാനം പൗലോസ് ജഡത്തിൽ ജീവിച്ച് അനേകം ആത്മാക്കളെ നേടുവാൻ തീരുമാനിക്കുന്നു. മരണം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇനിയും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ആത്മാക്കളെ നേടുവാനും പൗലോസ് തീരുമാനിക്കുന്നതെന്ന് ഓർക്കണം. പൗലോസിന്റെ ആഗ്രഹം പോലെ അത്ഭുതകരമായ കർത്താവ് പൗലോസിനെ വിടുവിക്കുകയും പൗലോസ് വേല തുടരുകയും ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ അനേകം പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രയാസവും രോഗവും കാരാഗ്രഹവും ചങ്ങലകളും മനുഷ്യരെ തളർത്താം. എന്നാൽ സഹോദര സഹോദരി, പൗലോസിനെ പോലെ സാഹചര്യങ്ങളിലേക്ക് നോക്കാതെ ദർശനങ്ങളിലേക്ക് നോക്കുക. ദൈവത്തിന്റെ വേലയ്ക്ക് ഒരു പ്രതികൂല സാഹചര്യവും തടസ്സമല്ല. പ്രശ്നങ്ങളിലേക്ക് നോക്കാതെ പ്രശ്ന പരിഹാരകനിലേക്ക് കണ്ണ് പറിച്ചു നടണം. അനേക വർഷങ്ങൾ യോശുവായും കാലേബും പ്രായം കണക്കാക്കാതെ ശുശ്രൂഷ ചെയ്തില്ലേ? അതിനാൽ ഒരു തീരുമാനമെടുക്കാം. നാം ജീവിക്കുകയാണെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി മാത്രം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവർക്ക് മരണം ലാഭകരമാകുന്നു. അതിനാൽ ഏത് സാഹചര്യത്തിലും ആഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഓടാം. മുന്നോട്ട് വെച്ച കാല് പുറകോട്ടില്ല. ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ നമുക്കോടാം. പ്രത്യാശയോടെ ഹല്ലേലൂയ, കർത്താവ് തന്ന ആ വിരുദിലേക്ക് നമുക്ക് ഓടി അടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ, വിശുദ്ധ പൗലോസിനെ പോലെ ഹല്ലേലൂയ ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ ഏത് സാഹചര്യത്തിലും കർത്താവേ അവിടുത്തോട് പറ്റിച്ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കുടുംബമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭാവ്യത്യാസമന്യേ ഞങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നരക്കോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ പ്രത്യാശയോടെ ക്രിസ്തുവിന് വേണ്ടി ജീവിതം പൂർത്തീകരിക്കുവാൻ ഓടിത്തീർക്കുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ, തലമുറകളെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ എല്ലാവരെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, അവരുടെ അനുദിന ജീവിതത്തിൽ കർത്താവെ നിന്നെ മറന്നു പോകാതെ ഏത് സാഹചര്യത്തിലും കിട്ടുന്ന സമയത്തൊക്കെ അങ്ങേ ഉയർത്തുവാനുള്ള ധൈര്യം അവരുടെ ജീവിതത്തിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മക്കളെ സഹായിക്കണം. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ. എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണം. വിശേഷാൽ ബീഹാറിനെയും കർണാടകത്തെയും തമിഴ്നാടിനെയും കേരളത്തെയും പ്രത്യേകമായി സമർപ്പിച്ചോർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവേ, ഈ ദിവസങ്ങളിൽ വിവിധ സംസ്ഥാനങ്ങൾ നേരിടുന്ന വ്യത്യസ്തമായ കാലാവസ്ഥ, പ്രത്യേകിച്ച് തണുപ്പിൻ്റെ കാലാവസ്ഥ അതിജീവിക്കുവാനുള്ള ശക്തി മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആകാശമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും സമുദ്രമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കൾ യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിഞ്ഞ് അവിടുത്തോട് ചേർന്ന് നടക്കുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നാളെ ഓർത്ത് ഭാരമോ നാളുകൾ ഏറെയില്ലിനി, നാളെ ഓർത്ത് ഭാരമോ നാളുകൾ ഏറെയില്ലിനി, കാഹളധ്വനി കേൾക്കുവാൻ കാലമില്ലിനി കാത്തിടാം, കാഹളധ്വനി കേൾക്കുവാൻ കാലമില്ലിനി കാത്തിടാം.
കാത്തിടാം. യേശുവെന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഞാൻ ആരെ ഭയപ്പെടും? എന്റെ വിശ്വാസ ജീവിതത്തിൽ ഭാരങ്ങളേറിടും, സ്നേഹിതർ മാറിടും ജീവിത പാതകളിൽ. യേശുവെന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല.